എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് കുക്കർ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. വളരെ ഈസിയായി പഠിക്കാം, വളരെ ടേസ്റ്റിയായി കഴിക്കാം. ഈ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയാണ്, 1 കിലോ ചിക്കൻ്റെ മീറ്റും, 3 സവാളയും 2 തക്കാളിയും 5-6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയിലയും പുതിനയിലയും. തക്കാളിയും സവാളയും ചെറുതായി അരിയണമെന്നില്ല, ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മിക്സിക്കകത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയതും, പിന്നെ മല്ലിയില, പുതിനയില. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിൽ മലബാർ മസാലയുടെ നാടൻ ചിക്കൻ മസാല എന്ന് പറയുന്ന ഈ മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്നൊരു 50 ഗ്രാം മസാല ഇതിനകത്ത് ചേർക്കണം. 1 കിലോ മീറ്റിന് 50 ഗ്രാം മസാല മതി. ആവശ്യത്തിന് ഉപ്പും, 2 സ്പൂൺ വെളിച്ചെണ്ണയും, 1 സ്പൂൺ നെയ്യും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, കുറച്ച് ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മളിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ്. അതുകൊണ്ടിത് ആദ്യമേ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇതൊന്നും വേവിക്കുന്നില്ല. ഇത് വേവിക്കാതെ പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ മസാല ചെയ്യുന്നത്. ഇനി ഈ മസാലകളെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇത് കൈവച്ച് തന്നെ ചെയ്യുന്നത് നല്ലത്. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഞെവിടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് വെളി വരണം. ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ മസാല ചിക്കനകത്ത് പിടിക്കത്തക്ക രീതിയിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കാം. ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ നെയ്യ്, ഇതിലേക്ക് ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 2-3 ബേ ലീഫ് ഇതുകൂടെ ചേർത്ത് 6 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമുറി നാരങ്ങാ നീരും, നേരത്തെ നമ്മൾ ചിക്കന് വേണ്ടി ചതച്ച തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനയില ഇതെല്ലാം സ്വല്പം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ വെള്ളത്തിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് അടച്ചെടുക്കാം. ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് കുക്കറിലിട്ട് ഒറ്റ വിസിൽ വരുന്നിടം വരെയാണ് നമ്മൾ വേവിക്കേണ്ടത്. ഒരുപാട് സമയമൊന്നും ചിക്കൻ വേവിക്കേണ്ട, വെള്ളവും ഒഴിക്കേണ്ട. കുക്കർ അടച്ചു വെച്ച് ചിക്കൻ വേവട്ടെ. ഈ സമയം നമ്മൾ അരിയിടാനുള്ള വെള്ളമൊക്കെ തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് എടുത്തിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ വേവാൻ വെച്ച കുക്കർ വിസിലൊന്ന് അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ചിക്കനും മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം നമുക്ക്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മസാലയിലേക്കാണ് നമ്മളിനി ചോറ് ദം ചെയ്യാൻ പോകുന്നത്. റൈസ് ഇപ്പോൾ ഒരു 50% വെന്തിട്ടുണ്ട്. ഈ വേവിലാണ് നമ്മൾ പകുതി റൈസ് എടുക്കേണ്ടത്. ചിക്കൻ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവിയിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് പകുതി വേവിലെടുത്തത്. ബാക്കി റൈസ് ഒരു 75% വെന്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പാലിനകത്ത് കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതും 1-2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യും. ഇത് മാത്രമേ നമ്മൾ ദം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് സവാളയൊന്നും പൊരിച്ചിട്ടിട്ടില്ല, വേണ്ടവർക്ക് ചേർക്കാം. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കട്ടിയുള്ള പാത്രം കുക്കറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ല തീയിലും പിന്നെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലും വെച്ച് ദം ചെയ്യുക. അങ്ങനെ മലബാർ ബിരിയാണി ദമ്മായിരിക്കുകയാണ്. അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. നല്ല കളറും നല്ല മണമാണ് അടിക്കുന്നത്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഒരു മലബാർ മസാലയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മലബാർ ബിരിയാണി എന്ന് പറയാം. നമ്മൾ ഉള്ളി വാട്ടിയിട്ടില്ല, ഉള്ളി ഫ്രൈ ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലൊരു ബിരിയാണി നിങ്ങൾ ചെയ്ത് നോക്കിയേ. ബിരിയാണി സൂപ്പറായി.